നിങ്ങളിൽ ഭൂരിപക്ഷ ആളുകളും ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു വ്യായാമം. ഇത് വളരെ സിമ്പിളാണ്, അതുപോലെ വളരെ പവർഫുൾ ആണ്. ഒരു എക്യുപ്മെന്റും വേണ്ട, വെറും 10 മിനിറ്റ് മതി. ഇതിന്റെ പേരാണ് റിട്രോ വാക്കിംഗ്. ഹാർട്ടിന്റെ ആരോഗ്യത്തിലും മെറ്റബോളിക് ഹെൽത്തിലും വളരെയധികം അവഗണിക്കപ്പെടുന്ന ഒരു വ്യായാമം. കാലങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് നടന്നാണ് എക്സസൈസ് ചെയ്യുന്നതെങ്കിൽ പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് പിന്നോട്ട് നടന്നുള്ള എക്സർസൈസിന്റെ ഒരുപാട് ഗുണങ്ങളെക്കുറിച്ചാണ്. വെറും 10 മിനിറ്റ് പിന്നോട്ട് നടക്കുകയാണെങ്കിൽ 30 മിനിറ്റ് മുന്നോട്ട് നടന്നതിന്റെ അത്രയും ഫലങ്ങൾ ശരീരത്തിന് കിട്ടും. പക്ഷേ ഇതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പിന്നോട്ട് നടക്കുന്നതിന്റെ ഒരു ബയോ മെക്കാനിക്സ് എന്താണ്? ഒരു നല്ലൊരു ഡ്രൈവർ വണ്ടി മുന്നോട്ട് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. അതങ്ങനെ താനെ നടക്കും. പക്ഷേ അതേ ഡ്രൈവർ ഒരു ക്യാമറ ഒന്നും ഇല്ലാത്ത വണ്ടിയിൽ ബാക്കിലോട്ട് വണ്ടി എടുക്കുകയാണെങ്കിൽ വളരെ അലേർട്ട് ആയിരിക്കും. ഒരുപാട് ശ്രദ്ധ വേണ്ട കാര്യമാണ്. ഇതുപോലെയാണ് റിട്രോ വാക്കിംഗ്. ശരീരത്തിന് കൂടുതൽ അധ്വാനിക്കേണ്ടി വരികയാണ്. ഇതിന്റെ ഒന്നാമത്തെ മെച്ചം, ശരീരത്തിലെ കാലറി 40% കൂടുതൽ കത്തിത്തീരാണ്. ഇതിന്റെ കാരണം എന്താണ്? നമ്മളൊരു വ്യക്തി മുന്നോട്ടാണ് നടക്കുന്നതെങ്കിൽ അവിടെ നമ്മുടെ ശരീരത്തിന്റെ നാച്ചുറൽ ആയിട്ടുള്ള മൊമെന്റും ഗുരുത്വാകർഷണം കാരണം അതൊരു ഓട്ടോമാറ്റിക് പ്രോസസ് ആയിരിക്കും പലപ്പോഴും. എന്നാൽ പിന്നോട്ട് നടക്കുമ്പോൾ ആ സ്വാഭാവികമായിട്ടുള്ള മൊമെന്റത്തിന് എതിരെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധയോടെ നമ്മുടെ മസിലുകളെ കോൺഷ്യസ് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യാണ്. ഊർജ്ജം കൂടുതൽ ചെലവാക്കേണ്ടി വരുന്നുണ്ട്, ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇത് കാരണം ഹൃദയത്തിന്റെ മിടിപ്പ് 15% കൂടുന്നുണ്ട് മുന്നോട്ട് നടക്കുന്നതിനേക്കാൾ. നമ്മൾ ഒഴുക്കിനെതിരെ ഒരു പുഴയിൽ നീന്തുന്ന പോലെയാണ്. രണ്ടാമത്തത്, ബാക്കോട്ട് നടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉപയോഗിക്കുന്ന മസിൽസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ക്വാഡ്രിസെപ്സ്, കാഫ് മസിൽസ് ഒക്കെയാണ്. അപ്പോൾ ഈ മസിൽസിനൊക്കെ ഒരുപാട് ഗ്ലൂക്കോസ് ആവശ്യമുള്ളതുകൊണ്ട് പെട്ടെന്ന് ഗ്ലൂക്കോസ് കത്തിത്തീരാണ്. പഠനങ്ങൾ കാണിക്കുന്ന ഭക്ഷണത്തിന് ശേഷം ഒരു 15 മിനിറ്റ് നമ്മൾ പുറകോട്ട് നടക്കുകയാണെങ്കിൽ 30% ഗ്ലൂക്കോസ് അപ്പം തന്നെ കത്തിത്തീരും. മൂന്നാമതായിട്ട്, നമ്മുടെ ശരീരത്തിന്റെ മൊത്തം ബാലൻസും പ്രോപ്രിയോസെപ്ഷൻ എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റിയും ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ അറിയാം ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യണം. പക്ഷേ നമ്മൾ പിന്നോട്ടാണ് നടക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് ബ്രെയിന് നമ്മുടെ ചെവിയുടെ ബാലൻസ് ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. അതുപോലെ ബോഡിയുടെ പൊസിഷൻ, പ്രോപ്രിയോസെപ്ഷൻ, അതായത് നമ്മുടെ പൊസിഷൻ, അതിനെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ തലച്ചോറും നാഡികളും തമ്മിലുള്ള കണക്ഷൻസ് വളരെ സ്ട്രോങ് ആയി വരും. ഇതുകൊണ്ടാണ് പ്രായമേറിയ വ്യക്തികളിൽ പുറകോട്ട് നടത്തിക്കുന്നത് അവരുടെ ബാലൻസ് ഇംപ്രൂവ് ചെയ്യാനും വീഴ്ചകൾ തടയാനും ഉപയോഗപ്പെടുന്നത്. നാലാമത്തത്, നമ്മുടെ ജോയിന്റുകൾക്ക് ഇത് ഒരുപാട് മെച്ചം തരുന്നുണ്ട്. മുട്ടുവേദനയും തേയ്മാനൊക്കെയുള്ള ആളുകൾക്ക് മുന്നോട്ട് നടക്കുമ്പോൾ പലപ്പോഴും അവരുടെ കാല് നന്നായിട്ട് പ്രസ് ചെയ്യുന്നുണ്ട്, ജോയിന്റിന് പെയിൻ വരും. നേരെ മറിച്ച് ഇതേ വ്യക്തി പുറകോട്ടാണ് നടക്കുന്നതെങ്കിൽ അവരുടെ കാൽ ആദ്യം ചവിട്ടുന്നത് കാൽപാദത്തിന്റെ മുൻഭാഗമായിട്ടുള്ള വിരലുകളൊക്കെ ആയിരിക്കും, പിന്നീടാണ് ഉപ്പൂറ്റി ചവിട്ടുക. അത് കാരണം ജോയിന്റിന് സ്ട്രെസ് കുറയും. മുട്ടു തേയ്മാനം കാരണം നടന്ന എക്സർസൈസ് ചെയ്യാൻ പറ്റാത്തവർക്കുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗത്തിൽപ്പെട്ടതാണ് പുറകോട്ട് നടക്കുക എന്നുള്ളത്. മുട്ട് ജോയിന്റിന് താങ്ങി നിർത്തുന്ന മസിൽസുകൾക്ക് ഈ പുറകോട്ട് നടത്താൻ കാരണം നല്ല പവർ കിട്ടുന്നത് കൊണ്ട് 6 ആഴ്ച പുറകോട്ട് നടന്നാൽ പല ആളുകൾക്കും മുട്ടുവേദന തന്നെ കുറഞ്ഞു പോവാണ്. ഇനി ഇത് സ്ഥിരമായിട്ട് ചെയ്താൽ ഹാർട്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരിക? ഹാർട്ടിന്റെ സ്ട്രോക്ക് വോളിയം കൂടുന്നുണ്ട്. VO2 മാക്സ് എന്ന് പറയുന്ന നമ്മുടെ ബോഡിയുടെ ഒരു കപ്പാസിറ്റി അളക്കുന്ന സംഭവമുണ്ട്, അത് മെച്ചപ്പെടും. രക്തധമനിയുടെ രക്തോട്ടം കൂടുന്നുണ്ട്. BP നന്നായിട്ട് കൺട്രോൾ കിട്ടുന്നവരുണ്ട്. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? റിട്രോ വാക്കിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് ചെയ്യാനുള്ള നല്ലൊരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ്. അവിടെ ആളുകളുടെ തിരക്ക് പാടില്ല, വണ്ടികൾ ഓടുന്ന സ്ഥലമാകാൻ പാടില്ല, നല്ല നിരപ്പുള്ള പ്രതലമായിരിക്കണം. ഒരു സ്ട്രേറ്റ് ലൈനിൽ നടക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ മാത്രമേ വെക്കാൻ പാടുള്ളൂ. സ്പീഡ് പാടില്ല. ഒരാൾ കൂടെ നോക്കി നിൽക്കാണ്ടെങ്കിൽ അത് വളരെ നന്നായിരിക്കും. രണ്ടാമതായിട്ട് അതിന്റെ ടെക്നിക്ക്, ബോഡി എപ്പോഴും സ്ട്രൈറ്റ് ആയിരിക്കണം. കാലിലേക്ക് നോക്കിയിട്ട് നടക്കരുത്. കൈ അധികം വീശി നടക്കണ്ട. കാല് ബാക്കിലോട്ട് വെക്കുമ്പോൾ എപ്പോഴും കാലിന്റെ മുൻഭാഗം ആദ്യം ചവിട്ടാൻ ശ്രമിക്കുക. മൂന്നാമതായിട്ട്, ഇത് പതുക്കെ നേരവും സമയം കൂട്ടുക. ആദ്യത്തെ 1-2 ആഴ്ച 2-3 മിനിറ്റ് നടക്കുക. പിന്നീട് പതുക്കെ ഓരോ ആഴ്ച കൂടുന്നതിനനുസരിച്ചും 4 മിനിറ്റ്, 5 മിനിറ്റ്, അവസാനം ഒരു 10 മിനിറ്റിലേക്ക് എത്തിക്കുക. പ്രായമുള്ളവരും ബാലൻസ് പ്രശ്നമുള്ളവരും വളരെ കുറഞ്ഞ നേരം മാത്രമേ നടന്നു തുടങ്ങാൻ പാടുള്ളൂ. ഷുഗർ ഉള്ളവർക്ക് ഭക്ഷണത്തിന് ശേഷം ഒരു 5 മിനിറ്റ് ഇത് നടക്കുന്നത് പതിവാക്കുന്നത് നന്നായിരിക്കും. മറ്റൊരു മാർഗ്ഗം, മുൻപോട്ടുള്ള നടത്തവും ബാക്കോട്ടുള്ള നടത്തവും കമ്പൈൻ ചെയ്യാന്നുള്ളതാണ്. തുടക്കത്തിൽ ഒരു 2-3 മിനിറ്റ് ബാക്കിലോട്ട് നടക്കുക, പിന്നെ 10 മിനിറ്റ് മുന്നോട്ട് നടക്കുക, അവസാനത്തിൽ ഒരു 2 മിനിറ്റ് ബാക്കോട്ട് നടക്കുക.